നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തീവ്രവാദികൾ മനുഷ്യബോംബായതും ഇന്ത്യ തിരിച്ചടിച്ചതുമെല്ലാം വാർത്തകളിലും സോഷ്യൽ മീഡിയ ട്രോളുകളിലും ടിക്ടോക്കുകളിലുമെല്ലാമായി ഇപ്പോൾ തന്നെ ഒരുപാടായി. ഇത്രയും മതിയാകും. എന്നാൽ ഇനി പറയാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു വീക്ഷണമാണ്. അത് ഒരു ഇന്ത്യക്കാരന്റെ മനസ്സോടെ കണ്ടാൽ സുഖിക്കുമെന്നുറപ്പ്. താരങ്ങളിൽ താരമായ അഭിനന്ദിന്റെ കാര്യമാണ്. ചരിത്രത്തിലെ ആദ്യത്തെ F-16 വേട്ടയും കഴിഞ്ഞ് പാകിസ്ഥാനിൽ പോയി ഒരു ചായയും കുടിച്ചുള്ള വരവ്. മരണമാസല്ലേ അഭിനന്ദ്. നമുക്ക് മുന്നിൽ എത്രയോ റോൾ മോഡലുകളാണുള്ളത്. ഉയരം കൂടുന്തോറും കടുപ്പവും കൂടുമെന്ന് പറയുന്ന പരസ്യവാചകം പറയുന്ന മോഹൻലാലും നമുക്കൊരു റോൾ മോഡലാണ്. ഏത് പാർട്ടിക്കാരെയും നിക്കറിൽ മുള്ളിക്കുന്ന യുവ കളക്ടർമാർ നമുക്ക് റോൾ മോഡലാണ്. എന്തിന്? രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും പിണറായി വിജയനും കേജ്രിവാളും ഒക്കെ നമുക്ക് റോൾ മോഡലുകളാണ്. ഇവരെയെല്ലാം കടത്തിവെട്ടിയാണ് അഭിനന്ദ് തൻ്റെ റോൾ മോഡൽ ഗ്രാഫ് യുവാക്കൾക്കിടയിൽ ഉയർത്തിയിരിക്കുന്നത്. രാജ്യത്തെ ചെറുപ്പക്കാർക്ക് മുന്നിൽ ഇദ്ദേഹം ഒരു തരംഗമാവാൻ പോവുകയാണ്. താടി ഫാഷനാക്കിയ യുവാക്കളെല്ലാം ചിറകുപോലുള്ള മീശയിലേക്ക് മാറാൻ അധിക നാൾ വേണ്ടിവരില്ല. ഹരീഷിന്റെ മീശ എന്ന നോവൽ വിവാദമായതിനു ശേഷം വന്ന അഭിനന്ദിന്റെ മീശയ്ക്കായിരിക്കും ഇനി മാർക്കറ്റ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് മീശ ട്രെൻഡ് തുടക്കമിടുക. ഉയരങ്ങൾ കീഴടക്കുന്ന യുദ്ധവിമാനങ്ങളിലിരുന്ന് രാജ്യത്തെയും ജനങ്ങളെയും സുരക്ഷിതമാക്കാൻ പൊരുതുന്ന ഒരു സൈനികനെ റോൾ മോഡലാക്കുമ്പോൾ യുവാക്കൾ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നത് രാജ്യസ്നേഹമാണ്. അതും അഭിനന്ദിനെ റോൾ മോഡലാക്കുമ്പോൾ പ്രത്യേകമായൊരു ആത്മവിശ്വാസം യുവാക്കളിൽ ഉണ്ടാകും. പാകിസ്ഥാന്റെ യുദ്ധവിമാനം തകർക്കുകയും സ്വന്തം വിമാനം തകർന്നപ്പോൾ പാരച്യൂട്ടിൽ പാകിസ്ഥാനിൽ ഇറങ്ങുകയും അവരുടെ അടുത്തുപോയി ഒരു ചൂട് ചായ കുടിച്ച് സൗഹൃദവും പങ്കിട്ട് വാഗാതിർത്തിയിലൂടെ തിരിച്ച് ഇന്ത്യയിലെത്തുകയും ചെയ്ത ധൈര്യം, അതാണ് റോൾ മോഡലാകാനുള്ള പ്രധാന കാരണമെന്ന് യുവാക്കൾ പറയുമ്പോൾ രോമാഞ്ചം കൊള്ളാത്തവരാരും ഉണ്ടാകില്ല. അല്ലെങ്കിലും ഇന്ത്യക്കാർക്ക് ചായയോട് ഒരു വൈകാരിക അടുപ്പമുണ്ട്. അതും സൗത്ത് ഇന്ത്യക്കാർക്ക്. എന്ത് ജോലി ചെയ്തു കഴിഞ്ഞാലും ഒരു ചൂട് ചായ കുടിക്കുക, അതൊരു സുഖമാണ്. അതിരാവിലെ ഒരു കപ്പ് ചായയും പത്രവായനയും ഇല്ലാത്തത് ആർക്കാണ്? അഭിനന്ദനും അത്രയേ ചെയ്തുള്ളൂ. തൻ്റെ ദൗത്യം നിറവേറ്റിയപ്പോൾ ഒരു കപ്പ് ചൂട് ചായ കുടിക്കണമെന്ന് തോന്നി. ശത്രുപാളയത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ അത്രയും കേമം. ശേഷം അകമ്പടികളോടെ തിരിച്ചു വരവും. ഇതാണ് ഇന്ത്യ. ഇതാവണം ഇന്ത്യക്കാരൻ. രാജ്യാതിർത്തിയിൽ മഴയും മഞ്ഞും വെയിലും കൊണ്ട് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സൈനികരാകട്ടെ നമ്മുടെ റോൾ മോഡലുകൾ. രാഷ്ട്രീയം പറഞ്ഞും ദേശവിരുദ്ധത പറഞ്ഞും അല്പലാഭത്തിനായി തീവ്രവാദികളുടെ മനസാക്ഷി ഉയർത്തി പറഞ്ഞുമുള്ള ചിലരുടെ സോഷ്യൽ മീഡിയ പ്രഘോഷണങ്ങൾ യുവാക്കളുടെ വീര്യം കെടുത്തുകയുള്ളൂ. യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യൻ കോളനി കാലത്ത് പോലും സമാധാനത്തിന്റെ വഴിയാണ് രാജ്യം സ്വീകരിച്ചത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവരുടെ പട്ടിക എത്രയെന്ന് ഓരോ ഇന്ത്യക്കാരനും അറിയാം. തീവ്രവാദം ഇന്ത്യയുടെ തൊഴിലല്ല. തീവ്രവാദികളെ വളർത്തുന്നതും ചോറൂട്ടുന്നതും ഇന്ത്യയല്ല. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷവും കാശ്മീരിന് വേണ്ടി പാകിസ്ഥാൻ യുദ്ധം നടത്തിയിട്ടില്ല. പക്ഷേ കാശ്മീരിൽ തീവ്രവാദികൾ നിരന്തരം യുദ്ധം നടത്തുന്നത് ആരുടെ ഒത്താശ കൊണ്ടാണ്? ആർക്കാണ് ഇതുകൊണ്ട് ലാഭം? ഇത്തരം ചർച്ചകൾക്ക് പ്രസക്തി ഉണ്ടാകണം. ഇന്ത്യയിലെ 140 കോടി ജനതകളുടെ കാവലാളുകളായ സൈനികർക്ക് ധൈര്യം പകരാൻ കഴിയണം. അവരുടെ രക്തസാക്ഷിത്വവും ധീരസ്മരണകളുമെല്ലാം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകണം. ഓരോ സൈനികനും ഇന്ത്യയുടെ പതാകവാഹകരാകുമ്പോൾ ജനത സമാധാനമായി ഉറങ്ങും. അതിർത്തികളും ശത്രുരാജ്യങ്ങളും എത്ര സൂക്ഷ്മമായി വിശകലനം ചെയ്താലും നമ്മുടെ സൈനികർ തിരിച്ചടി നൽകിയ ശേഷം അവിടെ പോയി ഒരു ചായയും കുടിച്ച് സധൈര്യം തിരിച്ചെത്തും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.